കാൽപന്ത് കളിയുടെ ചരിത്രമുറങ്ങുന്ന മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിന്റെ മണ്ണിൽ ഇന്ന് ആവേശ പോരാട്ടം നടക്കുകയാണ്. അതെ, ഫോർസ കൊച്ചി അവസാനത്തെ ഹോം ഗ്രൗണ്ട് മാച്ച് കളിക്കാൻ വേണ്ടി സ്വന്തം അങ്കത്തട്ടിൽ ഒരുങ്ങിക്കഴിഞ്ഞു. കമന്ററി ബോക്സിൽ ഞാൻ മുഹമ്മദ് അഞ്ചൽ ടി കെ, എന്നോടൊപ്പം എക്സ്പേർട്ട് കമന്റേറ്റർ ബിനേഷ് കിരൺ. കിക്ക് ഓഫീസിൽ വരുന്നു. ഫോർസ കൊച്ചിയുടെ ടച്ചോടുകൂടി ടൂർണമെന്റിലെ 19ാമത്തെ മത്സരം ആരംഭിക്കുന്നു. ജെർസി നമ്പർ 25 നൽകുന്നു. നല്ലൊരു ക്രോസ്, മികച്ചൊരു ക്രോസ് ആണ്. പക്ഷേ അവിടെ ഫോർസ കൊച്ചി പ്ലെയർ കണക്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ഹൈ ബോൾ, മികച്ചൊരു മുന്നേറ്റം. നല്ലൊരു ഗോൾ ചാൻസ് ആയിരുന്നു. ജെർസി നമ്പർ 9 ഓട്ടോമറിന്റെ ഒരു മുന്നേറ്റമാണ് ബിനീഷ് കിരൺ നമ്മൾ കണ്ടത്. ജസ്റ്റ് മിസ് എന്ന് പറയാം. അവിടെ എനിക്ക് തോന്നുന്നു ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസ് എതിരാളികളുടെ മുന്നേറ്റത്തെ കൃത്യമായി തടുക്കാനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു. ആ ഒരു ഡിഫെൻസീവ് നിർബന്ധമായിട്ട് അവർ ഡിഫെൻസീവിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്കാണ് എത്തുന്നത്. കാരണം അത്രയും മികച്ച രീതിയിൽ മുന്നേറ്റം നടത്താൻ സാധിക്കുന്നുണ്ട് ഫോർസ കൊച്ചിക്കായി. ജെർസി നമ്പർ 15 ബാധിച്ച നല്ലൊരു ബോൾ ജെർസി നമ്പർ 28 നൽകി. ഇറ്റ്സ് എ ഗോൾ. തിരുവനന്തപുരം കൊമ്പിന്റെ മൂർച്ചയേറുന്നു. What a goal! What a moment! What a striking! It's an absolutely sensational goal from jersey number 28, Khalid Rahman. ജോൺ ജോസ് വീണ്ടും ഒരു വാൻ കസിൽ നൽകാനുള്ള ശ്രമമായിരുന്നു. കൃത്യമായി അവിടെ ബാദിഷിന് യെല്ലോ കാർഡ് കൃത്യമായി നമുക്ക് കാണാം. ആ ബോളിലേക്ക് വന്ന് അവിടെ ബോൾ മിസ്സാകുന്നു, കമ്മിറ്റഡ് ആകുന്നു, അത് ഫൗൾ ആകുന്നു. നല്ലൊരു ബോൾ ആമോസിലേക്ക്. ആമോസ് കൃത്യമായി സത്യജിത്ത് കൈപ്പിടിയിൽ ഒതുക്കുന്നു. ഫോർസ കൊച്ചി ആരാധകരെ നമുക്ക് കാണാം. അവര് ഏറ്റവും പിന്നിട്ട് നിൽക്കുന്ന ടീമാണ് എങ്കിൽ പോലും ആരാധകരുടെ ആ ഒരു ആവേശം നമുക്ക് എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല. ഇവിടെ സൂപ്പർ ലീഗിൽ എടുത്തു പറയേണ്ട ഒരു റോള് തന്നെയാണല്ലേ ഫാൻസ്. റൊണാൾഡിന്റെ മുന്നേറ്റം ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് നല്ലൊരു ബോൾ. ഖാലിദ് റോഷന് നൽകിയ പന്താണ്, പക്ഷേ അനായാസം പുറത്തേക്ക് അടിച്ചു കളയുന്നു. തിരുവനന്തപുരം ഹോം ഗ്രൗണ്ടിൽ മത്സരിച്ചപ്പോൾ പോളോ വിക്ടറിന്റെ ഏക ഗോളിലാണെന്ന് ജയിച്ചത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഹാഫ് ടൈം. തിരുവനന്തപുരം കൊമ്പൻസ് 1 ആൻഡ് ഫോർസ കൊച്ചി 0. It is a kick-off. സെക്കൻഡ് ഹാഫിലെ കിക്ക് ഓഫ് വരുന്നു. തിരുവനന്തപുരം കൊമ്പൻസ് വേഴ്സസ് ഫോർസ കൊച്ചി FC. തിരുവനന്തപുരം കൊമ്പൻസിന് ഒരു അവസരം കൂടി വരുന്നു. ഫോർസ കൊച്ചി ഡിഫൻഡർക്ക് ഒരു യെല്ലോ കാർഡ് ലഭിക്കുന്നു. നമ്മുടെ വിക്ടറിനെ ഫൗൾ ചെയ്തതിന് എൻറിക്കിനാണ് യെല്ലോ കാർഡ് ലഭിക്കുന്നത്. റൊണാൾഡ് നേരെ വിക്ടറിന് ലക്ഷ്യം വെച്ചിട്ടുള്ളൊരു പന്തായിരുന്നു, പക്ഷേ അവിടെ ഫൗൾ വിസിൽ വരുന്നു. ഒരു യെല്ലോ കാർഡ് കൂടി പുറത്തേക്ക് എടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊരു ഗോൾ ചാൻസിലേക്ക് ഉള്ളതാണെങ്കിൽ ഓഫ് സൈഡ് ആണോ എന്നുള്ള ചെക്ക് ചെയ്യാണ് അസിസ്റ്റന്റ് റഫറിയുമായി. ആൻഡ് ഇറ്റ് വിൽ ബി എ മോസ്റ്റ് പ്രോബബ്ലി എ റെഡ് കാർഡ്. റെഡ് കാർഡ് അവിടെ ജോൺ ജോസിന് റെഡ് കാർഡ് ലഭിച്ച് പുറത്തേക്ക് പോകേണ്ടി വരുന്നു. അത്രയും അവസാനത്തെ ഹോം ഗ്രൗണ്ട് മാച്ചാണ്. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് സൂക്ഷിച്ച് കളിക്കണം എന്നുള്ളത്. പാട്രിക് മോട്ടിയുടെ ഫ്രീ കിക്ക് പുറത്തേക്ക് പോകുന്നു. ക്രോസ് ബാറിന് മുകളിൽ കൂടി പുറത്തേക്ക് പോകുന്ന കാഴ്ച. ഫോർസ കൊച്ചിയുടെ മുന്നേറാനുള്ള ശ്രമം കൃത്യമായി അവിടെ റണ്ണൻ ക്ലിയർ ചെയ്യുന്നു. ആ ബോൾ ക്ലിയർ ചെയ്തപ്പോൾ റണ്ണന്റെ ആ ഒരു എനർജി ഉണ്ടോ. വളരെ ഡീസന്റ് മാച്ചാണ് റണ്ണൻ റോച്ച കാഴ്ചവെക്കുന്നത്. ഫോർസ കൊച്ചിയുടെ ഫ്രീ കിക്ക് ക്യാപ്റ്റൻ ഐ ടച്ച്മാൻ എടുക്കുന്നു. കൃത്യമോ ഇറ്റ്സ് എ ചാൻസ്. അനായാസം പുറത്തേക്ക് പോകുന്നു. ഈക്വലൈസർ ഗോൾ കണ്ടെത്താനുള്ള ഒരു അവസരമായിരുന്നു, പക്ഷേ വിചാരിച്ചതുപോലെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഫോർസ കൊച്ചി ഡിഫൻസീവ്
Again, Asher. Still Asher. Yes, inside ബോക്സിലേക്ക് വരുന്നു അഷർ. അഷറിന്റെ മുന്നേറ്റം. ജെയ്മി ജോയ് കൃത്യമായി ഗോൾ കീപ്പർ കൈപ്പിടിയിൽ ഒതുക്കുന്നു. അഷറിനെ എനിക്ക് തോന്നുന്നത് അഷർ ഒരു ഡൈവിനെ ആയിരിക്കാം ചിലപ്പം അവിടെ അഷറിന് നല്ല രീതിയിൽ ബോൾ എടുത്ത് പോയിരുന്നു. ലാസ്റ്റ് ഒരു ഡൈവ്, അനാവശ്യമായ ഡൈവ്. Yes, Victor. ജേഴ്സി നമ്പർ 33 അവിടെ നേരെ ഷാഫിലേക്ക് നൽകാനുള്ള ശ്രമമായിരുന്നു, പക്ഷേ ഗോൾ കീപ്പർ കൃത്യമായി കൈപ്പിടിയിൽ ഒതുക്കുന്നു. വീണ്ടും ഫൗൾ വിസിൽ വരുന്നു. എന്തായാലും നിജോ ഗിൽബർട്ടിൻ്റെ ആ മൂവ്മെൻറ്റ് തടസ്സപ്പെടുത്തിയതിനാണ്. അത് പർപ്പസ്ഫുള്ളി, അതായത് മനഃപൂർവ്വം ചെയ്ത ഫൗളാണ്. അതിനാണ് യെല്ലോ കാർഡ് ആൻഡ് റെഡ് കാർഡ്. റൈറ്റ് വിംഗിൽ അഷർ ഇൻസൈഡ് ബോക്സിലേക്ക് വരുന്നു. അഷറിന്റെ ക്രോസ് നൽകാനുള്ള ശ്രമം. സ്റ്റിൽ അഷർ പ്ലേസിനെ മറികടന്ന് അവിടെ പാട്രിക് മോട്ട. ജെയ്മി ജോയ് ഫോർസ കൊച്ചിയുടെ ഗോൾ വലകാക്കുന്ന കരുത്തുറ്റ ഗോൾ കീപ്പർ ജെയ്മി ജോയുടെ മാസ്മരിക സേവ് ആണ് നമ്മൾ കണ്ടത്. അഷറിന്റെ ലോങ് ഷോട്ട്. Spider-Man goalkeeper for Kochi FC, Jemmy Joy. ജെയ്മി ജോ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടാണ് മടങ്ങുന്നത്. Douglas Joe, jersey number 35. Yes, whistle വരുന്നു. ഏറെ ആവേശം നിറഞ്ഞ കൊച്ചിയുടെ അങ്കത്തട്ടിൽ കാൽപന്ത് കളിയുടെ ഇന്ദ്രജാലം പെയ്തിറങ്ങുന്ന ഇന്നിന്റെ കളിക്കളത്തിൽ തിരുവനന്തപുരം കോമ്പൻസിന്റെ ടീം ഇതാ ഫോർസ കൊച്ചിയുടെ മണ്ണിൽ ഇന്നത്തെ കളി ജയിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് കളിക്കളം വിടുന്ന കാഴ്ച. Yes, full time score. തിരുവനന്തപുരം കോമ്പൻസ് FC 1 and Forza Kochi FC 0.